എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഇതാണ്: ആർ യുവും ഡു യുവും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആർ യു എന്ന് തുടങ്ങണോ അതോ ഡു യു എന്ന് തുടങ്ങണോ? നല്ല ചോദ്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണമെങ്കിൽ ഇതിന്റെ ഉത്തരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പോൾ കേട്ടോളൂ, ആർ യുവും ഡു യുവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. വ്യത്യാസം മാത്രമല്ല, ഇവർ തങ്ങളിൽ ഒരു നല്ല സാമ്യവും ഉണ്ട്. അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവസാനം വരെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് അതെന്നെ അറിയിക്കുമല്ലോ. നമ്മൾ ഒരു ദിവസം എത്രയോ കാര്യങ്ങളാണ് ചെയ്യുക അല്ലേ? നമ്മൾ വായിക്കാറുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇവ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ഐ റീഡ്, ഐ കുക്ക്, ഐ ലൈക്ക് എന്നൊക്കെ. ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. നമുക്ക് അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാറുണ്ടോ എന്ന്. ആ സമയത്ത് നമ്മൾ തുടക്കത്തിൽ ഡു യു എന്ന് പറഞ്ഞാണ് തുടങ്ങുക. ഉദാഹരണത്തിന്, നിങ്ങൾ പാട്ട് പാടാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു സിങ് എന്ന് ചോദിക്കാം. ഡു യു സിങ്. നിങ്ങൾ വായിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കും? ഡു യു റീഡ്. കണ്ടില്ലേ, ഇവിടെ ഡു യു എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്, ഇന്ന കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട്. ഡു യു റീഡ് ന്യൂസ് പേപ്പർ? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് മലയാളം പാട്ടുകൾ ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് മലയാളം സോങ്സ്? ഇത്രയും മനസ്സിലായല്ലോ. ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഇവിടെ യുവിന് പകരം മറ്റൊരാളെ പറ്റി ചോദിക്കാനായിട്ട് നമ്മൾ ഹീയോ ഷിയോ ഇടുകയാണെങ്കിൽ ഡു എന്നല്ല ഡസ് എന്നാണ് തുടക്കത്തിൽ ചേർക്കേണ്ടത്. ഇങ്ങനെ, ഡസ് ഹി റീഡ് ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഡസ് ഷീ ലൈക്ക് മലയാളം സോങ്സ്? ഓക്കെ, അപ്പോൾ ഡു യു ഉപയോഗിക്കുന്ന ഒരവസരം നമ്മൾ കണ്ടു, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട്. ഇനി ഡു യു ഉപയോഗിക്കുന്ന മറ്റൊരവസരം കൂടെ പറയാമേ. നമുക്ക് ചോദിക്കണം, നിങ്ങൾക്ക് കാർ ഉണ്ടോ എന്ന്. ഡു യു ഹാവ് എ കാർ? ഡു യു ഹാവ് എ കാർ? കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഡു യു എന്നാണ് തുടങ്ങുക. അപ്പോൾ ഡു യു എപ്പോഴൊക്കെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഇന്ന കാര്യം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. നമുക്ക് മറ്റൊരാളോട് നമ്മളെ സ്വയം പരിചയപ്പെടുത്തണമെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇന്നയാളാണ്. അതൊരു പക്ഷേ നമ്മുടെ പേരാവാം, നമ്മുടെ പദവിയാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തിലെങ്കിലും പ്രാവീണ്യമുണ്ടെങ്കിൽ അതാവാം. ഉദാഹരണത്തിന്, ഞാൻ വിനോദാണ്, ഞാനൊരു ഷെഫാണ് എന്ന് പറയണമെങ്കിലോ അത് ഇംഗ്ലീഷിൽ പറയാം ഐ ആം വിനോദ്, ഐ ആം എ ഷെഫ്. എന്നാൽ വിനോദ് ഇങ്ങോട്ട് പറയുകയല്ല, നമുക്ക് അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ വിനോദ് ആണോ എന്ന്. ആർ യു വിനോദ്? ആർ യു വിനോദ്? നിങ്ങളൊരു ഷെഫാണോ? ആർ യു എ ഷെഫ്? ആർ യു എ ഷെഫ്? നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ തുടക്കത്തിൽ ആർ യു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഒരൊറ്റ കാര്യം ഓർത്താൽ മതിയേ, നമുക്ക് മൂന്നാമതൊരാളെ പറ്റിയാണ് ചോദിക്കേണ്ടതെങ്കിൽ ഇസ് ഹീ അല്ലെങ്കിൽ ഇസ് ഷീ എന്ന് പറഞ്ഞു വേണം തുടങ്ങാനായിട്ട്. എക്സാമ്പിൾ, അയാൾ വിനോദാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഹീ വിനോദ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങും. ആ സ്ത്രീ ഒരു ഷെഫാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഇസ് ഷീ എ ഷെഫ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടു, നിങ്ങൾ ഇന്നയാളാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ആർ യു എന്ന് തുടങ്ങി നമ്മൾ ചോദ്യം ചോദിക്കും. അതുപോലെ തന്നെ ആർ യു എന്ന് ചോദിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ഒരാൾ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നറിയാനായിട്ട്. ഉദാഹരണത്തിന്, നമുക്കൊരാളോട് ചോദിക്കണം, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. ആർ യു റീഡിങ് ന്യൂസ് പേപ്പർ? ആർ യു റീഡിങ് ന്യൂസ് പേപ്പർ? കണ്ടില്ലേ, ആർ യു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരാളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മൂഡിനെ പറ്റി ചോദിക്കാനായിട്ടും ആർ യു എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ചു തുടങ്ങാം. ഉദാഹരണത്തിന്, നീ ഓക്കെ ആണോ? ആർ യു ഓക്കെ? നീ സന്തോഷവാനാണോ? ആർ യു ഹാപ്പി? നീ ഓഫീസിലാണോ? ആർ യു അറ്റ് ഓഫീസ്? അപ്പോൾ ക്ലിയർ ആയല്ലോ.
നിങ്ങൾ ഇന്ന ആളാണോ, നിങ്ങൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, നിങ്ങൾ ഹാപ്പി ആണോ, ഓക്കെ ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ആർ യു എന്ന് ചോദിച്ചു തുടങ്ങും. ക്ലിയർ ആയല്ലോ? അപ്പം നിങ്ങൾ ഡു യുവും ആർ യുവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്യത്യാസം മനസ്സിലോർത്ത് വെച്ചാൽ മതി. ഡു യു നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാറുണ്ടോ എന്നറിയാനാണ് ചോദിക്കുന്നത്, അതായത് ആക്ടിവിറ്റിയെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്നാൽ ആർ യു നിങ്ങൾ ഇന്ന ആളാണോ എന്നാണ് ചോദിക്കുന്നത്, അതായത് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. നിങ്ങൾ എഴുതാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു റൈറ്റ് എന്ന് ചോദിക്കാം. എന്നാൽ നിങ്ങളൊരു എഴുത്തുകാരനാണോ എന്ന് ചോദിക്കണമെങ്കിലോ ആർ യു എ റൈറ്റർ? നിങ്ങൾ പിയാനോ വായിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? വേണമെങ്കിലൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. പിയാനോ വായിക്കുന്നതിന് പ്ലേ പിയാനോ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും വാദ്യസംഗീതം വായിക്കുന്നതിന് നമ്മൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഉപകരണത്തിൻ്റെ പേരാണ് പറയുക. ഓക്കെ, ഡു യു പ്ലേ പിയാനോ? വെരി ഗുഡ്. അതുപോലെ വിദഗ്ധമായി പിയാനോ വായിക്കുന്നവരെ നമ്മൾ പറയുന്നത് പിയാനിസ്റ്റ് എന്നാണ്. അപ്പം നിങ്ങളൊരു പിയാനിസ്റ്റ് ആണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു എ പിയാനിസ്റ്റ്? ഗ്രേറ്റ്. മറക്കാതിരിക്കാനായിട്ട് അവസാനമായിട്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഡു യു സിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പാട്ട് പാടാറുണ്ടോ എന്നാണ്. എന്നാൽ ആർ യു സിങ് എന്ന് ചോദിച്ചാലോ നിങ്ങൾ സിങ് ആണോ എന്ന്, അതായത് സിങ് എന്ന് പേരുള്ള വ്യക്തിയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ഈ പേരില്ലേ സിങ് എന്ന്. കണ്ടില്ലേ എത്ര വ്യത്യാസം അല്ലേ? അപ്പോൾ ബൈ ചാൻസ് ആയിട്ട് ആർ യു എന്നങ്ങ് ചോദിച്ചു തുടങ്ങിയാൽ ആർ യു എ സിംഗർ എന്ന് വേണം ചോദിക്കാനായിട്ട്. നിങ്ങളൊരു പാട്ടുകാരനാണോ എന്ന് വേണം ചോദിക്കാനായിട്ട്. അപ്പോൾ ക്ലിയർ ആയല്ലോ ഡു യുവും ആർ യുവും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം മാത്രമല്ല, ഇവർ തമ്മിൽ ഒരു കാര്യത്തിൽ നല്ല സാമ്യമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഡു യു പ്ലേ പിയാനോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം എന്താ വരിക? ഒന്നുകിൽ യെസ് വരും, അല്ലെങ്കിൽ നോ വരും, അല്ലേ? ഇനി ആർ യു എ പിയാനിസ്റ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമോ? അവിടെയാണെങ്കിലും യെസ് അല്ലെങ്കിൽ നോ വരും. അപ്പോൾ ഇവ തമ്മിലുള്ള സാമ്യം ഇതാണ്. ഡു യു എന്ന് പറഞ്ഞ് ചോദിച്ചാലും ആർ യു എന്ന് പറഞ്ഞ് ചോദിച്ചാലും രണ്ടും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് രണ്ടിൻ്റെ ഉത്തരം ഒന്നുകിൽ യെസ് വരും അല്ലെങ്കിൽ നോ വരും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങൾ ടെന്നീസ് കളിക്കാറുണ്ടോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ടെന്നീസ് കളിക്കുന്നതിന് പ്ലേ ടെന്നീസ് എന്നാണ് പറയുക. ഇവിടെ ഡു യു എന്ന് പറഞ്ഞു തുടങ്ങുമോ ആർ യു എന്ന് പറഞ്ഞു തുടങ്ങുമോ? ക്വസ്റ്റ്യൻ നമ്പർ 2. നിങ്ങളൊരു ടെന്നീസ് കളിക്കാരനാണോ എന്നെങ്ങനെ ചോദിക്കും? ടെന്നീസ് പ്ലെയർ ആണോ എന്ന്. ഇവിടെ ഡു യു എന്ന് തുടങ്ങണോ ആർ യു എന്ന് തുടങ്ങണോ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റിലിടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you again and please stay safe.